ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊന്ന് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതെന്റെ മേക്കപ്പ് സാധനങ്ങളും അതുപോലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സും ഒക്കെയുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെന്ന്. ഒന്നുമില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. 6 തട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏകദേശം ഐഡിയ ഈ 2 ഇതില് ഐഡിയ ഉണ്ട്. ബാക്കിയുള്ള സ്റ്റാൻഡിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കുന്നതിന് യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി അടുക്കി പറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്കിത് ഒന്ന് അടുക്കി പറക്കി വെക്കാം. അപ്പം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാം. എന്തായാലും ഇതിന്റെയും കൂടെ ഒരു വീഡിയോ എടുക്കാന്ന് കരുതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ഫസ്റ്റ് റോ ഞാൻ ആദ്യം എടുക്കാണ്. അപ്പൊ ഇതിനകത്ത് ഹെയറിന്റെ സാമഗ്രികളൊക്കെയാണ് കേട്ടോ. മൊത്തം അലങ്കോലമായിട്ട് കിടക്കാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പൊ എന്തായാലും ഈ എല്ലാ തട്ടും എടുത്ത് വെച്ചിട്ട് ഓരോന്നിനകത്തും ഓരോന്ന് ആക്കാന്ന് കരുതി. അപ്പൊ ഇങ്ങനത്തുള്ള സാമഗ്രികളാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കാം. അപ്പൊ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ഉള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പം എവിടെ വേണേലും നമുക്കിത് നിരക്കി കൊണ്ടുപോകാൻ പറ്റും. ഒരു 500 രൂപ റേഞ്ച് ഒക്കെ വരുന്ന സ്റ്റാൻഡാണ് കേട്ടോ. അതിന്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവർ അത് നോക്കി ചെക്ക് ചെയ്താൽ മതി. അപ്പം ഈ ഒരു സാധനമാണ് നമുക്ക് ഫുള്ള് അടുക്കി വെക്കേണ്ടത്. അപ്പൊ ഇതും കൂടി അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട്, എന്തായാലും എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് അടുക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് ഇത്രയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ബോറാണ്. നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും ഒരു ബോറാവും. അപ്പൊ എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രീകുട്ടിയും കൂടി കൂടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. അതായത് ഇതിനകത്ത് സാധാരണ സാമഗ്രികളൊക്കെ നമ്മുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഏറ്റവും മേളത്തെ തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഹെയർ ആക്സസറീസും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ ഇതിനകത്ത് എപ്പോഴേക്കോ സൺസ്ക്രീനും അതും ഇതുമൊക്കെ ഇതിനകത്ത് കൊണ്ടിടും. അപ്പൊ അങ്ങനെ ആകെ കൂടെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഹെയറിന്റെ സാധനങ്ങൾ മാത്രമായിട്ട് സെറ്റ് ചെയ്യാവേ. ഇതിനകത്ത് കുറെ പൊട്ടും അതും ഇത് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പൊട്ടെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. വള, ഐലൈനർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഇത് ഞാൻ നിങ്ങളെ ടൈം ലാപ്സിലിട്ടേ കാണിക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോകും. ഇത് ലച്ചുവിന്റെയാണ് കേട്ടോ. നമ്മുടെ ഷോർട്സിലൊക്കെ വീഡിയോ എടുത്തില്ലേ, ചേട്ടന്റെ മോളാണ്. അപ്പൊ അവളുടെയാണ് ഈ ഒരു സാധനം. അവളുടെ വരെ ഉണ്ട് ഇതിനകത്ത്. പേപ്പറൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങനൊരു സാധനം ഞാൻ വെച്ചേക്കുന്ന പറഞ്ഞാൽ ഞാൻ പറയുന്നത് അത്ര ക്ലിയർ ആകത്തില്ല. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇത് വെച്ചു. അപ്പം ബാക്കി നിങ്ങൾക്ക് ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പം വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ ഉറപ്പില്ല. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ടൈം ലാപ്സിലിട്ട് എടുക്കാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ ഇതും അതാത് സ്ഥാനങ്ങളിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര നാൾ ഇങ്ങനെ ഇരിക്കുന്നൊന്നും യാതൊരു വിധ ഐഡിയ ഇല്ല. ഇതെന്തായാലും ഒരാഴ്ചത്തേക്കുള്ള ആവശ്യമുള്ളൂ കേട്ടോ. കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇത് റെഡിയാക്കേണ്ടി വരും. അപ്പം നമ്മൾ ആദ്യത്തെ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ടോട്ടൽ 6 ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 5 എണ്ണത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. കാരണം ഒരെണ്ണത്തിനകത്ത് വെക്കാൻ സാധനമില്ല. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നത് കൊണ്ട് ഒരെണ്ണം കൂടി എക്സ്ട്രാ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനകത്ത് വെക്കാൻ സാധനമൊന്നുമില്ല. ഇനി നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഒന്ന് അടുക്കി കയറ്റി വെക്കണം. അതിന് മുമ്പ് അതൊന്ന് തുടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് അതിനകത്ത് ഇരുന്ന വേസ്റ്റ് സാധനങ്ങളായിരുന്നു. നമുക്കിതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാട്ടോ. എങ്കിലും കളയാതെ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഇത് അടുക്കി പറക്കിയിട്ട്.
അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് വീഡിയോ ആയിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെല്ലാം ഇനി പറക്കി കൊണ്ട് കളയണം. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എന്തായാലും നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടും വേസ്റ്റായി പോകത്തില്ല. നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്കിനി 1 by 1 ആയിട്ട് ഇതിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.